ദൃശ്യത്തിൽ താങ്കളുടെ കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ ഈ 13 വർഷങ്ങൾക്ക് ശേഷം പിന്നെയും അതേ കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ ഒരു അതേ പെയിൻ, അതേ ട്രോമ, അതേ ടെൻഷൻ, എങ്ങനെയാണ് അത് ഓവർകം ചെയ്യുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് കഥാപാത്രത്തിലേക്ക് കയറുന്നത്? അല്ല, ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് ഒരു ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. പക്ഷെ 13 വർഷം അത്രയും സമയമുണ്ട് അല്ലേ? ഒരു സിനിമ കഴിഞ്ഞിട്ട് 5-6 വർഷം കഴിഞ്ഞായിരുന്നു അടുത്ത സിനിമ. അത് സംഭവിക്കുകയാണ്, നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്തല്ല. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 5 വർഷം കഴിഞ്ഞാണ് അടുത്ത സിനിമ. അപ്പോൾ അതിലൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. പിന്നെ ആദ്യം ഈ ദൃശ്യം, ഇപ്പം ജിത്തു പറഞ്ഞതുപോലെ ദൃശ്യം 1 പോലല്ല ദൃശ്യം 2, ദൃശ്യം 2 പോലല്ല ദൃശ്യം. അപ്പോൾ ആ ക്യാരക്ടേഴ്സിന്, ബാക്കി ക്യാരക്ടേഴ്സിനൊക്കെ ഗ്രോത്ത് ഉണ്ടെങ്കിലും ഇയാൾക്കും ഗ്രോത്ത് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അയാൾ കുറച്ചുകൂടി ഫിലോസഫിക്കലാകുന്നു, സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്നെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് പറഞ്ഞത്. അതൊരു മടുപ്പായിട്ട് ഒരിക്കലും തോന്നാൻ കാര്യമില്ല. കാര്യം ജോർജ് കുട്ടിക്ക് മടുപ്പ് വന്നു കഴിഞ്ഞാൽ ഈ സിനിമ നടക്കില്ല, ഈ കഥ നടക്കില്ല, ഈ കുടുംബം നടക്കില്ല. അതുകൊണ്ട് ഒരിക്കലും, പിന്നെ നമുക്കങ്ങനെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊഫഷനോട് ഒരു മടുപ്പ് തോന്നിയാൽ, അങ്ങനെ തോന്നാതിരിക്കട്ടെ, അങ്ങനെ തോന്നിയാൽ അത് നിർത്തുകയാണ് വേണ്ടത്. കാര്യം ആ മടുപ്പ് മറ്റുള്ളവരിലേക്കും എല്ലാം പടരും. ഒരുപാട് പേർക്ക് അങ്ങനെയാണ്. പലർക്കും ഇഷ്ടമല്ലാത്ത ജോലി ചെയ്യുമ്പോൾ അവരത് പ്രകടമായി കാണിക്കും. പക്ഷേ ഒരു പെർഫോമർക്ക് അതൊരിക്കലും സാധിക്കില്ല. ഞാൻ എൻ്റെ സിനിമകൾ 48 വർഷമായിട്ട് ഞാൻ സിനിമയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഏത് സിനിമയായാലും ഞാൻ ഏറ്റവും പുതിയ ഒരു സിനിമ ചെയ്യുമ്പോഴും ആദ്യത്തെ സിനിമ പോലെയുള്ളൊരു ഭയം എനിക്കുണ്ട്. ഇത് കള്ളത്തരമല്ല പറയുന്നത്. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും. കാര്യം ആ ഒരു ഫയർ, ആ ഒരു ഡിസയർ, ആ ഒരു ആത്മാർത്ഥത എല്ലാം വെച്ചിട്ടാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. അതുകൊണ്ട് പല ആക്ടേഴ്സിനും അങ്ങനെ എന്താണ്, നമ്മുടെ വിദേശത്ത് പല ആക്ടേഴ്സും സൂയിസൈഡ് വരെ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കാര്യം ഇതിൻ്റെ ഒരു ഹൈറ്റിൽ പോയിട്ട് ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് അതൊരു തരം ഡിപ്രഷനിലേക്ക് പോകുന്ന ആക്ടേഴ്സുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇപ്പം സന്തോഷമായിട്ട് പോവാണ്. ഇങ്ങനെ തന്നെ അടിച്ചടിച്ച് പൊക്കോട്ടെ ഞാൻ. അപ്പോൾ ഓൾമോസ്റ്റ് 13 വർഷം കഴിഞ്ഞു. അപ്പം ജോർജ് കുട്ടി എന്താണ് ഇപ്പോൾ ഇത്ര ചെറുപ്പമായിട്ടിരിക്കുന്നത്? മോനെ, ചിലർക്ക് ടെൻഷനും സ്ട്രെസ്സും വന്നാൽ അങ്ങനെ ആവും. സത്യം, തമാശ പറഞ്ഞല്ല. അപ്പം ജോർജ് കുട്ടി എങ്ങനെ ഇരിക്കുന്നു പറഞ്ഞാൽ നമുക്ക് 4-5 ഒക്കെ ചെയ്യണ്ടേ? അപ്പം നമ്മൾ ജോർജ് കുട്ടി നല്ല മിടുക്കനായിരിക്കണ്ടേ? മിടുക്കനായിരിക്കുന്നതേ ഉള്ളൂ. ജോർജ് കുട്ടിയല്ല, ഇത് മോഹൻലാലാണ് ഇരിക്കുന്നത്. ലാലേട്ടാ, അത് ഈ ദൃശ്യം എന്ന് പറയുന്ന ഈ ഒരു 3 പടങ്ങൾ വരുന്നുണ്ട്. ഇപ്പം ഈ 2 പടങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴും ഒരു പ്രധാന പരാതി വന്നത്, അല്ലെങ്കിൽ വിമർശകരൊക്കെ പറയുന്നത്, ഇത് ഒരു ക്രിമിനൽസുകൾ, ഒരു ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാർക്ക് ഇതൊരു ഗൈഡാണ് എന്നുള്ള രീതിയിലൊരു അഭിപ്രായം വന്നിരുന്നു. അപ്പൊ ഈ ഒരു തോട്ടിനോട് ഇപ്പൊ ലാലേട്ടന് എന്താണ് പറയാനുള്ളത്? ഈ ചോദ്യത്തോട് അങ്ങേക്ക് എന്താണ് ഉത്തരം പറയുന്നത്? അങ്ങേക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ശരിക്കും ക്രിമിനൽ മൈൻഡ് ഉള്ളവർക്ക് അത് ആ രീതിയിൽ ചിന്തിക്കാം. അതെ, അതാണ് കാര്യം. ജോർജ് കുട്ടി ഒരു ക്രിമിനലായിട്ട് ഞാൻ ഇതുവരെ ഒരിക്കലും അങ്ങനെ. പിന്നെ ഇതൊരു സിനിമയാണ്, ഒരു മേക്ക് ബിലീഫാണ്. അങ്ങനെ സാധിച്ചു എന്നുള്ള, ഞാൻ 10-20 വർഷമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ പിടിക്കപ്പെടാം. അങ്ങനെ പോലീസിനെ കബളിപ്പിച്ചൊന്നും നടക്കില്ല. ഇപ്പൊ സ്ഫടികം എന്നുള്ള സിനിമ ഇറങ്ങിയിട്ട് ആൾക്കാർ മുണ്ടൂരി പോലീസുകാരെ തലയിൽ ഇടിച്ച് സൂപ്പ് കാണിക്കുക അവന്മാരെ. അപ്പം അങ്ങനെ ഒരു സിനിമ കൊണ്ടോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൽ അയാൾ ഒരു തരത്തിലുള്ള കാര്യങ്ങളും ചെയ്തിട്ടില്ല. അയാളുടെ കുടുംബത്തെ സേവ് ചെയ്യാനായിട്ട് അയാൾ ശ്രമിച്ചു. വളരെ ഡീറ്റെയിൽഡായിട്ട് പറയുകയാണെങ്കിൽ ജോർജ് കുട്ടി ഒന്നും പ്ലാൻ ചെയ്തതല്ല. അയാൾ ചെയ്തത് ഭാഗ്യവശാൽ ശരിയായി മാറി എന്നുള്ളതാണ്. അയാൾ പിടിക്കപ്പെടുന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തത്. അയാൾ ചാൻസസ് എടുക്കുകയാണ്, പോസിബിലിറ്റി. അതിൽ അയാൾ സക്സസ്ഫുള്ളായി. അല്ലാതെ ഒരു മർഡർ കമ്മിറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന്, ഇപ്പോൾ ഈ ദൃശ്യം ഇറങ്ങുന്നതിന് മുമ്പേ ഇതുപോലെ എത്രയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എത്രയോ സാധാരണ പല വീടുകളിലും ഒരു മർഡറും എല്ലാം നടന്നാൽ ആദ്യം പോയി നോക്കുന്ന സെപ്റ്റിക് ടാങ്കിലാണ്, അവിടെ തന്നെ അവർ കുഴിച്ചിടും. അപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ല. അപ്പോൾ ഈ ദൃശ്യം സിനിമ കണ്ടിട്ട് അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ലെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം അത്തരത്തിൽ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യും ആൾക്കാരെ. അപ്പം അതിലുള്ള മറ്റ് ബന്ധങ്ങളെയും കൂടെ നിങ്ങൾ കാണണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അയാൾ ഒരു ഫാമിലിക്ക് വേണ്ടി ചെയ്യുന്നതാണ്.
അയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഏതറ്റം വരെ ഞാൻ പോകും. അങ്ങനെ ഒരു ആൾ പറഞ്ഞിട്ട് ഒരു മേക്ക് ബിലീഫാണ്, ഇതൊരു കഥയാണ്. അത് നടന്ന സംഭവം അല്ലെങ്കിൽ ഇതുപോലെ ദൃശ്യം പോയിട്ട് ഒരു പരിപാടി കഴിഞ്ഞാൽ പോലീസ് പിറ്റേ ദിവസം പൊക്കിക്കൊണ്ട് പോകും. അതുകൊണ്ട് ആരും അതിന് ശ്രമിക്കണ്ട. താങ്ക് യു. ഹലോ സർ, എൻ്റെ പേര് സ്മിത, ഫ്രീലാൻസ് ജേർണലിസ്റ്റ് ആണ്. ഈ ടീസർ കണ്ടപ്പം ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത് ചെയിൻ ഈസ് ആസ് സ്ട്രോങ് ആസ് ഇറ്റ്സ് വീക്കസ്റ്റ് ലിങ്ക് എന്നാണ്. അതിനോട് ഇൻ അഡീഷൻ ടു ദാറ്റ് ഐ വുഡ് ലവ് ടു ആസ്ക് ഡയറക്ടർ ജിത്തു ജോസഫ് സർ, ഇതിനകത്തെ ക്യാരക്ടർ എസ്തർ, എസ്തറിൻ്റെ അനു റാദർ ദാൻ എസ്തർ, ആ ക്യാരക്ടർ എന്ന് പറയുന്നത് ഷീ ഹാസ് നോ ചൈൽഡ്ഹുഡ് ഫ്രം എ വെരി യങ് ഏജ്. ഈ ഒരു ഷീ ഹാസ് ബീൻ ആൻ അഡൾട്ടിഫൈഡ് ചൈൽഡ്. അതിനെ എത്രത്തോളം ഇതിൽ കവർ ചെയ്യുന്നുണ്ട്? Actually, she is also a victim of that night. അപ്പോൾ അനുവിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആക്ച്വലി അനു സംസാരിച്ചപ്പോൾ പറഞ്ഞു ഷീ ഈസ് നോട്ട് ഷോയിങ് ഇറ്റ് ഔട്ട്സൈഡ് ആക്ച്വലി. കാരണം അതിൻ്റെ പ്രോബ്ലം ആരെങ്കിലും ഈ ഫാമിലിയിൽ അതർ ദാൻ അഞ്ജു ആരെങ്കിലും അത് ആ ഒരു ഫിയറും ഇതും ഒത്തിരി കാണിച്ചാൽ അത് ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്നത് അഞ്ജുവിനെ ആയിരിക്കും. സോ ഷീ ഈസ് ട്രൈങ് ടു പ്രൊട്ടക്ട്. അപ്പോൾ ഒരു പ്രായത്തേക്കാൾ കഴിഞ്ഞ ഒരു മെച്യൂരിറ്റി അനുവിനുണ്ട്. പക്ഷെ ഔട്ടർ സൈഡിൽ ആ മെച്യൂരിറ്റി നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഒരു ടിപ്പിക്കൽ ടാൻഡ്രംസ് ഒക്കെ ഉള്ള ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിലാണ്. പക്ഷെ അതിൻ്റെ ഒത്തിരി നമ്മളതിൻ്റെ ഡെപ്തിലേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. ബട്ട് ഇറ്റ്സ് ദെയർ. വളരെ സിനിമയെ വളരെ സീരിയസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന, സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അത് ഹിയർ ആൻഡ് ദെയർ യു വിൽ ഫൈൻഡ് ഇറ്റ്. അതിൻ്റെ ഗ്ലിംസസ് നിങ്ങൾക്ക് കിട്ടും.